ഗായ്സ്, ഞങ്ങൾക്ക് ഇന്ന് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കുറേ സ്ട്രഗിളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡേ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഡ്യൂട്ടി ഇട്ടേക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും കേസ് കളക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോകണം, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ രീതിയിലും നോക്കുമ്പം ഒറ്റയ്ക്കുള്ളതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു. കോളേജിൽ ചേരുന്നവരെ നമുക്ക് കുറെ ഫ്രണ്ട്സും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടാകുമെങ്കിലും കോളേജ് ലൈഫിൽ എത്തിക്കഴിയുന്ന സമയത്ത് ഇതൊന്നും കാണണമെന്നില്ല. ഈ സ്നേക്കിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറിയ രീതിയിലുള്ള ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജിൽ വന്നതിന് ശേഷമാണ് പല ക്യാരക്ടറുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നത്. അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ സെയിം സ്വഭാവമാണെന്ന് കരുതിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമ്മുടെ A to Z കാര്യങ്ങൾ പറയാ. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് പണി കിട്ടത്തേ ഉള്ളൂ. സ്കൂൾ ലൈഫും കോളേജ് ലൈഫും എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. കോളേജ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ പറയാത്ത കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പല ആൾക്കാരും പറഞ്ഞുണ്ടാക്കുന്നത്. കേട്ടിട്ടായിരിക്കാം നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്ക് നമ്മളെ പറ്റി അറിയാം. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും ആരും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഏതൊരു സഹായ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ നമുക്കുള്ള കുഴിയും തോണ്ടി നമ്മളെ പറ്റി മാറി നിന്ന് കുറ്റം പറയുന്ന ഫ്രണ്ടിനെ ഒന്നും കൂടെ കൊണ്ട് നടക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനൊരു ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടായത്. എൻ്റെ ബാഡ് സിറ്റുവേഷൻസിലും ഹാപ്പി മൊമെന്റ്സിലും ഒക്കെ കൂടെ നിന്നിട്ടുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇതൊന്നും ഇവിടെ പറയണമെന്ന് താല്പര്യമില്ലായിരുന്നു, പിന്നെ എന്തോ പറയാൻ തോന്നി. എനിവേ, താങ്ക് യു.